ഡൂഡ് സിനിമ കണ്ട് സമയം കളയാൻ താല്പര്യമില്ലാത്തവർ മാത്രം ഈ റിവ്യൂ കണ്ടാൽ മതി. ഇതൊരു സ്പോയിലർ റിവ്യൂ ആണ്. എനിക്കിഷ്ടമില്ല, ഒരു വാളിപ്പടം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫ് ദുരന്തമാണ്. മേ ബി ഇന്നത്തെ ജെൻസി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഒരു സ്പോയിലറായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരുത്തിക്ക് ഒരുത്തനോട് ഇഷ്ടം തോന്നുന്നു. ആ സമയത്ത് അവന് ഇവളെ ഇഷ്ടമല്ല. എന്നിട്ട് നോ പറഞ്ഞിട്ട് അവൾ പോകുന്നു. അത് കഴിയുമ്പം അവൻ അവളെ ഇഷ്ടമാവുന്നു. ആ സമയം കൊണ്ട് അവൾ വേറൊരുത്തിന് ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് കല്യാണം ഇവനും ഇവളും തമ്മിൽ ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവളോട് ഇഷ്ടമാണെന്ന് പറയാൻ വരുമ്പോൾ ഇവളും പറയും എനിക്ക് ഇവള് പറയും വേറൊരുത്തിന് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരെന്നാ പോവോ? അതില്ല. അത് കഴിഞ്ഞിട്ട് ഇവള് കല്യാണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് അവനോടുള്ള ഇഷ്ടം കീപ്പ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവൻ്റെ കുഞ്ഞിനെ ഇവള് പ്രസവിക്കും. ഇതാണ് അതിൻ്റെ കഥ. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നിപ്പിക്കാൻ നോക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ത്രെഡ് പറയുന്നുണ്ട്. നമ്മുടെ നായികയുടെ അച്ഛൻ, അതായത് പുള്ളിക്കാരനാണ് ചെറിയൊരു വില്ലൻ ഇതിനകത്ത്. അപ്പം ആ വില്ലൻ്റെ ഒരു രീതിയിലൊരു ചെറിയൊരു ത്രെഡ് പറയുന്നുണ്ട്, ജാതിയുടെ ഒരു ഇത്, ലൈക്ക് ജാതി കാരണം കെട്ടിച്ചു കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യം. ആ ഒരു ത്രെഡ് മാത്രം എടുത്ത് വലുതാക്കി ഇതൊരു സിനിമയാക്കിയിരുന്നെങ്കിൽ അടിപൊളി സ്റ്റോറി ആയനെ. അത് മാത്രം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ. അതിൻ്റെ ഇടയിലോട്ട് ഒരു കുഞ്ഞിനെയും കൂടെ ഉണ്ടാക്കി. അതോടുകൂടി കംപ്ലീറ്റ്ലി എനിക്ക് ഈ പടം ഇഷ്ടമല്ലാണ്ടായി. അവിടെ വരെ പിന്നെ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചു വിട്ട് കണ്ടത്. സീരിയസ്ലി വേസ്റ്റ് ഓഫ് ടൈം മൂവിയാണ്. ഇതാണ് അതിൻ്റെ കഥ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. പ്രദീപ് രംഗനാഥൻ പുള്ളിക്കാരൻ്റെ ഒറ്റ പേരുകൊണ്ട് മാത്രം 100 കോടി അടിച്ച പടം. ഇല്ലെങ്കിൽ ഇതിന് 50 പോലും 50 പൊട്ടിപ്പോയാനേ പടം. പുള്ളി ഉള്ളതുകൊണ്ട് മാത്രം 100 കോടി അടിച്ചു. അത്രയും അറിഞ്ഞാൽ മതി. അപ്പം പുള്ളിക്കാരൻ്റെ സാധാരണ എല്ലാ പടം, ആകെ 3 പടം ഇറങ്ങിയിട്ടുള്ളൂ, പിന്നെ കോമാളിയാണുള്ളത്. എല്ലാ പടത്തിനും ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി ഈ പടത്തിനില്ല. പിന്നെ ഈ പടത്തിന് എന്തിനാണ് 6.8 റേറ്റിംഗ് എന്നൊന്നും എനിക്കറിയില്ല. ഒരു 5.5 കൊടുക്കാനുള്ളതേ ഉള്ളൂ ഈ പടം. ആൻഡ് സോങ് നല്ല അടിപൊളിയാട്ടോ, നല്ല അടിപൊളി സോങ്ങുകൾ. എനിക്ക് സോങ് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ 2 മണിക്കൂർ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 1.5 മണിക്കൂർ തീർക്കാവുന്ന പടം, അത്രേ ഉള്ളൂ. അത്രയും സ്റ്റോറി ഉള്ളൂ. സ്റ്റോറിയോ ഒരു വൃത്തികെട്ട സ്റ്റോറി. ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് കൊള്ളില്ല. ഇതാണ് എൻ്റെ റിവ്യൂ. വേണേ നിങ്ങൾക്ക് കാണുക. നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. കാണണ്ട, കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല.